നമസ്കാരം. കേരള രാഷ്ട്രീയത്തെ പിടിച്ചുലച്ച രണ്ടാമത്തെ പീഡന കേസിൽ പ്രതിയായ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA മുൻകൂർ ജാമ്യം റദ്ദാക്കപ്പെടുമോ എന്ന കാര്യത്തിൽ നിർണായക തീരുമാനത്തിലേക്ക് കോടതി നീങ്ങുകയാണ്. ജാമ്യത്തിലിറങ്ങിയ ശേഷം പരാതിക്കാരിയെ ഫോണിൽ ബന്ധപ്പെടാൻ ശ്രമിച്ചുവെന്ന ഗൗരവകരമായിട്ടുള്ള ആരോപണമാണ് ഇപ്പോൾ MLAക്കെതിരെ ഉയർന്നിരിക്കുന്നത്. കോടതി നിശ്ചയിച്ചിട്ടുള്ള കർശനമായ ജാമ്യ വ്യവസ്ഥകളുടെ നഗ്നമായ ലംഘനമാണ് ഇവിടെ നടന്നിരിക്കുന്നതെന്ന് ചൂണ്ടിക്കാട്ടി പ്രത്യേക അന്വേഷണ സംഘം തിരുവനന്തപുരം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയെ സമീപിച്ചു കഴിഞ്ഞു. നിയമവ്യവസ്ഥയെക്കുറിച്ച് വളരെ ആഴത്തിലുള്ള അറിവുണ്ടെന്ന് അവകാശപ്പെടുന്ന ഒരു ജനപ്രതിനിധി തന്നെ ഇത്തരത്തിൽ പിഴവ് വരുത്തിയത് രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ വലിയ ചർച്ചകൾക്ക് വഴി തുറന്നിരിക്കുകയാണ്. ഫെബ്രുവരി 16 കേസിൽ അതിജീവിത കോടതിയിൽ രഹസ്യമൊഴി നൽകിയതിന് തൊട്ടു പിന്നാലെയാണ് നാടകീയമായ സംഭവങ്ങൾ അരങ്ങേറിയത്. മൊഴി നൽകിയ അടുത്ത ദിവസം തന്നെ, അതായത് ഫെബ്രുവരി 17 രാഹുൽ മാങ്കൂട്ടത്തിൽ വാട്സാപ്പ് കോൾ വഴി തന്നെ ബന്ധപ്പെടാൻ ശ്രമിച്ചുവെന്നാണ് 23-കാരിയായ പരാതിക്കാരി വെളിപ്പെടുത്തിയിരിക്കുന്നത്. അതിജീവിത ഈ ഫോൺ കോൾ സ്വീകരിച്ചില്ലെങ്കിലും പ്രതിയുടെ ഭാഗത്തുണ്ടായിട്ടുള്ള ഈ നീക്കം തന്നെ മാനസികമായി തളർത്തുകയും വലിയ ഭയമുണ്ടാക്കുകയും ചെയ്തതായിട്ടും അവർ പരാതിയിൽ പറയുന്നു. അന്വേഷണത്തെ സ്വാധീനിക്കാനോ സാക്ഷികളെ ഭീഷണിപ്പെടുത്താനോ പാടില്ലെന്ന കോടതിയുടെ പ്രാഥമിക നിർദ്ദേശത്തിൻ്റെ ലംഘനമായിട്ടാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ ഇതിനെ കാണുന്നത്. ഫോൺ വിളിയുടെ ഡിജിറ്റൽ തെളിവുകൾ സഹിതമാണ് പോലീസ് കോടതിയിൽ ഈ റിപ്പോർട്ട് നൽകിയിരിക്കുന്നത്. അതിജീവിത ആദ്യം കോൺഗ്രസ് നേതൃത്വത്തെ സമീപിച്ച് ഈ വിഷയത്തിൽ പരാതി നൽകിയിരുന്നതായിട്ടാണ് വിവരം. എന്നാൽ പാർട്ടി തലത്തിൽ അർഹമായിട്ടുള്ള പരിഗണനയോ നടപടിയോ ഉണ്ടാകാത്തതിനെ തുടർന്നാണ് അവർ പോലീസിൽ പരാതി നൽകാനായിട്ട് തീരുമാനിച്ചത്. തൻ്റെ സുഹൃത്തിൻ്റെ കാറിൽ വെച്ച് ഹോം സ്റ്റേയിൽ എത്തിച്ച് ക്രൂരതകൾക്ക് വിധേയയാക്കിയെന്ന യുവതിയുടെ പരാതിയിൽ ഡിസംബർ 10 രാഹുലിന് മുൻകൂർ ജാമ്യം ലഭിച്ചത്. ഈ ജാമ്യം ഒരു സ്ഥിരമായ അവകാശമല്ലെന്നും മറിച്ച് കോടതി മുന്നോട്ട് വെച്ച ഉപാധികൾക്ക് വിധേയമായ ഒന്നാണെന്നും മജിസ്ട്രേറ്റ് ടാനിയ മറിയം ജോസഫ് വ്യക്തമാക്കിയിരുന്നു. ഉപാധികൾ ലംഘിക്കപ്പെട്ടാൽ ജാമ്യം റദ്ദാക്കാൻ കോടതിക്ക് പൂർണ്ണ അധികാരമുണ്ട് എന്ന വസ്തുത നിലനിൽക്കെ രാഹുൽ നടത്തിയ ഈ നീക്കം അതിബുദ്ധിയാണോ അതോ അബദ്ധമാണോ എന്ന ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത്. കോടതിയിൽ നിന്ന് ലഭിച്ച സമൻസ് പ്രകാരം ഈ മാസം 27 രാഹുൽ മാങ്കൂട്ടത്തിൽ നേരിട്ട് ഹാജരാകേണ്ടതുണ്ട്. തനിക്ക് ലഭിച്ച മുൻകൂർ ജാമ്യം എന്തുകൊണ്ട് റദ്ദാക്കിക്കൂടാ എന്നതിന് കൃത്യമായ വിശദീകരണം നൽകാൻ കോടതി അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. നിയമത്തിൻ്റെ ആനുകൂല്യം പറ്റിക്കൊണ്ട് പുറത്തിറങ്ങി നിൽക്കുന്ന ഒരാൾ അതേ നിയമവ്യവസ്ഥയെ തന്നെ വെല്ലുവിളിക്കുന്ന രീതിയിൽ പെരുമാറിയാൽ അത് ഗൗരവമായി തന്നെ കാണുമെന്ന് കോടതി നിരീക്ഷിച്ചു. തൻ്റെ നിരപരാധിത്വം ചാനൽ ചർച്ചകളിൽ ആവർത്തിച്ച് പറയുന്ന MLAയെ സംബന്ധിച്ച് കോടതിക്ക് മുന്നിൽ ഹാജരാക്കിയ ഫോൺ രേഖകളും മറ്റ് ഡിജിറ്റൽ തെളിവുകൾക്ക് മുന്നിൽ എന്ത് മറുപടി നൽകാൻ കഴിയുമെന്നത് വരും ദിവസങ്ങളിൽ നിർണായകമാകും. സാധാരണക്കാരനും അതോടൊപ്പം തന്നെ ഒരു നിയമസഭാ അംഗത്തിനും നിയമം ഒരുപോലെയാണ് എന്ന സന്ദേശമാണ് ഈ നടപടിയിലൂടെ കോടതി നൽകുന്നത്. CPMൻ്റെ സൈബർ ഇടങ്ങളിലും അതോടൊപ്പം തന്നെ സാമൂഹ്യ മാധ്യമങ്ങളിലുമൊക്കെ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കടുത്ത വിമർശനങ്ങളാണ് ഇപ്പോൾ ഉയരുന്നത്. സ്ത്രീ സുരക്ഷയെക്കുറിച്ചും ധാർമ്മികതയെക്കുറിച്ചും ഘോരാഘോരം പ്രസംഗിക്കുന്ന ഒരു യുവ നേതാവ് പീഡനക്കേസിലെ ഇരയെ ഫോണിൽ വിളിച്ച് മാനസിക സംഘർഷത്തിലാക്കിയത് ഇരട്ടത്താപ്പാണെന്ന് ഇവർ ആരോപിക്കുകയാണ്. നിയമത്തിലെ പഴുതുകൾ ഉപയോഗിച്ച് രക്ഷപ്പെടാമെന്ന വ്യാമോഹമാണ് ഇത്തരം പ്രവർത്തികൾക്ക് പിന്നിലെന്നും സത്യം ഒരു നാൾ പുറത്തു വരുമെന്നും സാമൂഹ്യ മാധ്യമങ്ങളിലെ ചർച്ചകൾ ചൂണ്ടിക്കാട്ടുന്നു. ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ പുലർത്തേണ്ട മാന്യത രാഹുലിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടില്ല എന്ന ആക്ഷേപം ശക്തമാണ്. ഇരയുടെ ഭയത്തെയും മാനസികാവസ്ഥയെയും കോടതി അതീവ ഗൗരവത്തോടെയാണ് പരിഗണിക്കുന്നത്. കേരള രാഷ്ട്രീയം ഇപ്പോൾ ഉറ്റുനോക്കുന്നത് 27 കോടതി നടപടികളിലേക്കാണ്. ജാമ്യ വ്യവസ്ഥ ലംഘിച്ചുവെന്ന് കോടതിക്ക് ബോധ്യപ്പെട്ടാൽ രാഹുൽ മാങ്കൂട്ടത്തിലിനെ ജയിലിലേക്ക് പോകേണ്ടി വന്നേക്കാം. ബംഗളൂരു സ്വദേശിനിയായ പരാതിക്കാരിയുടെ ഉറച്ച നിലപാടും പോലീസ് ശേഖരിച്ച ശാസ്ത്രീയ തെളിവുകളും ഈ കേസിൽ നിർണായക വഴിത്തിരിവായി മാറിയിരിക്കുകയാണ്. നിയമത്തെ വെല്ലുവിളിച്ചുകൊണ്ടുള്ള മാങ്കൂട്ടത്തിന് ഇത്തരം നീക്കങ്ങൾ അത് രാഷ്ട്രീയ ഭാവിക്ക് തന്നെ തിരിച്ചടിയാകാനുള്ള സാധ്യതയുണ്ട്. അതിജീവിതയ്ക്ക് നീതി ലഭിക്കുമെന്നും നിയമം അതിൻ്റെ വഴിക്ക് കൃത്യമായിട്ട് നീങ്ങുമെന്നുമുള്ള പ്രതീക്ഷയിലാണ് ഇപ്പോൾ പൊതുസമൂഹം. ഈ കേസിൻ്റെ ഓരോ നീക്കവും വരും ദിവസങ്ങളിൽ രാഷ്ട്രീയ കേരളത്തിൽ വലിയ ചലനങ്ങൾ സൃഷ്ടിക്കുമെന്ന കാര്യം ഉറപ്പാണ്.